BP ഒക്കെ അല്ലെ ഹൈപ്പർ ടെൻഷനും ഇതുപോലെ യൂറിൻ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഇത് ഓർത്ത് വെക്കുക, റീനൽ എന്താ പറയുന്നത് പ്രശ്നങ്ങൾക്ക് യൂറിൻ ഔട്ട്പുട്ടൊക്കെ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഇത് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മരുന്നും കൂടാണ്, നെഫ്രോടോക്സിക് ആണ്, ഓർത്തിരിക്കണം ലാസിക്സ്. ഓക്കെ, സോ ഫ്രൂസമൈഡ്, പിന്നെ വാങ്കോമൈസിൻ ഞാൻ പറഞ്ഞു. വാങ്കോമൈസിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ്, MRSAക്കൊക്കെ മെയിൻ ഡ്രഗാണ് അല്ലേ വാങ്കോമൈസിൻ. അപ്പോൾ ഇതും ഒരു നെഫ്രോടോക്സിക് ഡ്രഗാണ് വാങ്കോമൈസിൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റിലത്തെ കീട്രോലാക്ക് NSAID ആണ്, നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാണ്. നമ്മൾ ഈ അടുത്തും എവിടെ ഇതിനെക്കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ ഇതിനും ഒരു പ്രശ്നമുണ്ട്, ഇത് നെഫ്രോടോക്സിസിറ്റി ഉണ്ട്, കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വാങ്കോമൈസിന്, ഓക്കെ, ഫ്രൂസമൈഡ്, കീട്രോലാക്ക് നെഫ്രോടോക്സിക് ആയതുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ ലാബ് വാല്യൂസ് ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇവിടെ പ്രശ്നമുണ്ടെന്നാണ് പേഷ്യൻറ്റ്. കാരണം എന്താ, ക്രിയാറ്റിനും ബ്ലഡ് യൂറിയ നൈട്രജനും കൂടി നിൽക്കുന്നതുകൊണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ടാണ് അത് മൂന്നും അങ്ങനെ വന്നിരിക്കുന്നത്.